ആഗോള അയ്യപ്പ സംഗമം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി കിട്ടാനുള്ള പിന്തുണയ്ക്ക് വേണ്ടി ദേവസ്വം ബോർഡ് ഇപ്പോൾ പല വാതിലുകളിലും മുട്ടുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തിൽ പക്ഷേ ഈ അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്, ആർക്ക് വേണ്ടിയാണ് നടത്തുന്നത്, ഇതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഹിന്ദു സംഘടനകളൊക്കെ പറയുന്നത് നിങ്ങൾ അയ്യപ്പ സംഗമമൊക്കെ നടത്തിക്കോളൂ. പക്ഷേ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് 2018 നിങ്ങൾ ചെയ്തത് എന്താണെന്ന് ഓർക്കണം. ആ നിങ്ങൾ തന്നെയാണോ ഈ സംഗമം നടത്താൻ പോകുന്നത് എന്നതിൽ ജനങ്ങൾക്ക് വലിയൊരു സംശയമുണ്ട്. കാരണം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടത്തുന്നതെങ്കിൽ 2018 നിങ്ങളുടെ നിലപാട് പിൻവലിക്കണം. അത് തെറ്റായിരുന്നുവെന്ന് നിങ്ങൾ സമ്മതിക്കണം. അതിന് പൊതുജനത്തിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കണം. അതായത് സുപ്രീം കോടതി വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ശബരിമലയെ സ്ത്രീകളെ അല്ലെങ്കിൽ യുവതികളെ എങ്ങനെയും കയറ്റി അടങ്ങൂ എന്നുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ അവിടെ ആചാരലംഘനം നടത്തിയേ അടങ്ങൂ എന്നുള്ള നിങ്ങളുടെ ഒരു തിട്ടൂരമുണ്ടായിരുന്നല്ലോ. അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അത് ആചാരലംഘനം നടന്നത് എന്നുവരെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ അങ്ങനെ 2 സ്ത്രീകളെ അവിടെ സന്നിധാനത്തേക്ക് കയറ്റുകയും പിന്നീട് ഇവിടെ നടന്ന സംഘർഷമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സംഘർഷത്തിനൊടുവിൽ മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഹർത്താൽ നടത്തുന്നില്ലേ എന്നൊക്കെ ഉള്ള ചോദ്യം, ഇതെല്ലാം തന്നെ കേരളത്തിലെ ജനത ഒരിക്കലും മറക്കില്ല. ആയിരക്കണക്കിന് കേസുകളാണ് നിരവധി ഈ ശബരിമലയിൽ ശരണം വിളിച്ചവരുടെയും അല്ലെങ്കിൽ പൊതുനിരത്തുകളിൽ വിളക്ക് കൊളുത്തി നാമജപം നടത്തിയവരുടെയൊക്കെ പേരിൽ അത്തരത്തിൽ പ്രതിഷേധ സൂചകമായിട്ട് നാമജപം നടത്തിയ സ്ത്രീകൾക്കുൾപ്പെടെ നിങ്ങൾ ചാർജ് ചെയ്തിരിക്കുന്ന കേസുകൾ നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ? അവർ ജീവിതത്തിൽ ഈ കേസുകളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പെടാപ്പാട് പെടുകയാണ്. അപ്പോഴാണ് ഈ കേസുകൾ പോലും പിൻവലിക്കാതെ സുപ്രീം കോടതിയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് അന്ന് തീർത്തും ആചാരവിരുദ്ധമായി ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ള സത്യവാങ്മൂലം അത് പിൻവലിക്കാതെ ഒന്നും തന്നെ ചെയ്യാതെ ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അത് ജനം സംശയത്തോടെ മാത്രമേ നോക്കിക്കാണുകയുള്ളൂ. സുപ്രീം കോടതിയിലെ ഈ സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒരു ഉത്തരവും നൽകാനില്ല. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം എന്നൊക്കെ MV ഗോവിന്ദൻ മാഷ് പാർട്ടി അധ്യക്ഷനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള MV ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ പരം വേറൊരു തമാശയില്ല. ഏത് വിശ്വാസികൾക്കൊപ്പം? ആരാണ് ഈ വിശ്വാസികൾ എന്ന് പറയുന്നത്? ഒരു ക്ഷേത്രത്തിൻ്റെയും ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെയും പാലിക്കുന്നവരെയാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ആ മൂർത്തിയുടെ ക്ഷേത്രത്തിലുള്ള മൂർത്തിയുടെ സങ്കല്പത്തിനുള്ള അതിനനുസരിച്ച് സ്വയം പാകപ്പെടുത്തുന്നവരെയാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ആ ഒരു മൂർത്തി വിശ്വസിക്കുന്ന യുവതികൾ അവിടെ പ്രവേശിക്കാൻ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. അതായത് ശബരിമല അയ്യപ്പൻ ആഗ്രഹിക്കുകയാണ് അവിടെ യുവതികൾ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്ര പ്രായത്തിലുള്ള സ്ത്രീകൾ മാത്രം ഇവിടെ കയറിയാൽ മതി എന്ന് ആ മൂർത്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനോട് യോജിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അതിനോട് യോജിക്കാത്ത ഒരാളെ ശബരിമല വിശ്വാസി എന്ന് പറയാൻ കഴിയില്ല. വിശ്വാസികൾക്കുള്ളതാണ് ക്ഷേത്രം. അല്ലാതെ ക്ഷേത്രം സൈറ്റ് സീയിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ വായി നോക്കാൻ വരുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ടൂറിസത്തിന് കൊടുക്കാനുള്ള ഒരു സ്ഥാപനമല്ല ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ 20-ാം തീയതി നടക്കാൻ പോകുന്ന ഈ പരിപാടിക്ക് ഇതുവരെയും ബജറ്റ് ആയിട്ടില്ല എന്നും എങ്ങനെയാണ് ഈ തുക കണ്ടെത്തുക എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. അതിനൊന്നും തന്നെ യാതൊരു വ്യക്തതയും ദേവസ്വം ബോർഡിന് ഈ പത്രസമ്മേളനത്തിൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ ചില പ്രത്യേക അജണ്ടകളുണ്ട് എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. ഇത് ശബരിമലയുടെ വികസനവുമായോ അല്ലെങ്കിൽ ശബരിമലയുടെ ആധ്യാത്മിക തേജസ് വർദ്ധിപ്പിക്കുന്നതിനോ വേണ്ടിയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല അവിടെ നടക്കാൻ പോകുന്നത്. അതിന് പിന്നിൽ മറ്റ് രഹസ്യ അജണ്ടകൾ ഉണ്ട് എന്ന് സ്വാഭാവികമായി ജനങ്ങൾ സംശയിക്കും. അതിന് കുറ്റം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. ചില സമുദായ സംഘടനകളുടെ പിന്തുണ കിട്ടി എന്നതിൻ്റെ പേരിലാണ് ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ എതിർപ്പുകൾ ശക്തമാകുന്നതോടുകൂടി എതിർപ്പുകൾ വരുന്നിടങ്ങളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ദേവസ്വം ബോർഡ് ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തന്മാരെയും മാത്രമേ പങ്കെടുപ്പിക്കുകയുള്ളൂ എന്നും ഹൈന്ദവ സംഘടനകളായി സഹകരിക്കാൻ ഇക്കാര്യത്തിൽ കഴിയുന്നില്ല എന്നുമാണ് ദേവസ്വം ബോർഡിൻ്റെ പരാതി. തീർച്ചയായും ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഈ അയ്യപ്പ സംഗമത്തിലേക്ക് സ്റ്റാലിനെ പോലെയുള്ള ആളുകൾ എത്തുന്നതുകൂടി ആ രാഷ്ട്രീയം അവിടെ വ്യക്തമാവുകയാണ്. തീർച്ചയായും ശബരിമലയിൽ ഇത് രാഷ്ട്രീയ നാടകമാണ് അവിടെ അരങ്ങേറാൻ പോകുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ആ രാഷ്ട്രീയ നാടകത്തിന് വേദിയാക്കാൻ ശബരിമലയെ അനുവദിക്കില്ല എന്നാണ് ഇവിടുത്തെ ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ വലിയൊരു വിഭാഗം ഭക്തരും എല്ലാം പറയുന്നത്. എതിർപ്പ് ശക്തമാണ് എന്ന് ദേവസ്വം ബോർഡിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ 2018 ചെയ്യുന്ന കാര്യവും 2025 ചെയ്യുന്ന കാര്യവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഒരു സാധാരണക്കാരന് തോന്നും.
പക്ഷെ അങ്ങനെയല്ല. ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2018 ശബരിമലയോട് എന്താണോ നിങ്ങൾ ചെയ്തത് അത് തന്നെയാണ് 2025 നിങ്ങൾ ചെയ്യുന്നത്. 2018 നിങ്ങൾ ആചാര ലംഘനം നടത്തുന്നു എന്ന് ഇവിടെ എന്താണ്, ഇവിടെ അയ്യപ്പ സംഗമം അല്ലേ 2025 നടത്തുന്നത്, അത് നല്ലതല്ലേ എന്നൊരു സാധാരണക്കാരൻ ചിന്തിക്കുക. പക്ഷെ നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. 2018 ഇവർ ശബരിമല എന്താണ് ചെയ്തത്? അവർ അവിടെ അതിനെ രാഷ്ട്രീയ ഒരു വേദിയാക്കി മാറ്റി. അവരുടെ രാഷ്ട്രീയം ഇടിച്ചറക്കാനുള്ള ഒരു വേദിയാക്കി ശബരിമലയെ മാറ്റി. അത് തന്നെയാണ് അവരിപ്പോഴും ചെയ്യുന്നത്. ശബരിമലയെ ഒരു വേദിയാക്കി മാറ്റുകയാണ്. ഇത്തരത്തിലുള്ള ചീപ്പ് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി, 4 വോട്ടിന് വേണ്ടി ശബരിമലയെ ഒരു വേദിയാക്കി മാറ്റുകയാണ്. 2018-ലും 2025-ലും സഖാക്കന്മാർ ചെയ്യുന്നതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇവർക്ക് ശബരിമലയോട് ഈ പറയുന്ന പ്രിയമോ ഭക്തിയോ സ്നേഹമോ ഒന്നും തന്നെ ഇല്ല. അതായത് പൂച്ചയ്ക്ക് എന്തിനാണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യമെന്ന് ചോദിക്കും. അതുപോലെ തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താണ് ക്ഷേത്രങ്ങളിൽ കാര്യം? ഭക്തർക്കാണ് അവിടെ കാര്യം. അപ്പോൾ അവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ പറയുന്ന സ്റ്റാലിൻ പോലുള്ള സനാതനധർമ്മ വിരോധികളെ അവിടേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ്? അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് ചില സോപ്പിടൽ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഈ 4 വോട്ടിന് വേണ്ടി ദേവസ്വം ബോർഡിലെ ഇരിക്കുന്നതെല്ലാം തന്നെ കമ്മികളാണ്, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അത്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് വഴി ചില സോപ്പിടൽ പരിപാടികളൊക്കെ ഇവിടെ നടത്തി തുടങ്ങി. അതായത് ഇങ്ങനെ ഈ സമുദായ സംഘടനകളുടെ പിന്തുണയുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് പന്തളം കൊട്ടാരത്തിൻ്റെ ശക്തമായിട്ടുള്ള എതിർപ്പ് വരുന്നത്. അപ്രതീക്ഷിതമായിരുന്നു ആ ഒരു എതിർപ്പ് വന്നത്. അത് ഒരു തിരിച്ചടി തന്നെയായിരുന്നു, ദേവസ്വം ബോർഡിന് ഒരു തിരിച്ചടി തന്നെയായി മാറി. കാരണം പന്തളം കൊട്ടാരം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിൽ അയ്യപ്പ ഭക്തന്മാർക്ക് അനുകൂലമായി ഒന്നുമില്ല. അതായത് ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതിന് അയ്യപ്പ ഭക്തന്മാർക്ക് അനുകൂലമായിട്ട് ഒന്നും തന്നെയില്ല ഈ പേക്കൂത്തിന്. എന്തിനു വേണ്ടിയാണ് നടത്തുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ കേസുകൾ ആദ്യം പിൻവലിക്കൂ. പ്രതിഷേധക്കാർക്കെതിരെയുള്ള കേസുകളുണ്ടല്ലോ, ആ കേസുകൾ ആദ്യം പിൻവലിക്കൂ എന്നാണ് പന്തളം കൊട്ടാരം പറഞ്ഞതോടുകൂടി അതൊരു വലിയ തിരിച്ചടിയായി ദേവസ്വം ബോർഡിനും സർക്കാരിനും മാറിയിട്ടുണ്ട്. ശബരിമലയെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് പന്തളം കൊട്ടാരം കഴിഞ്ഞ ദിവസം നടത്തിയത്. പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ നിശ്ചയിച്ച് പ്രതിപക്ഷ നേതാവിനെ കാണാനായി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ചെന്നിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് കാണാൻ പോലും കൂട്ടാക്കിയില്ല. അവിടെ നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാണ് സുരേഷ് ഗോപിയുടെ അടുത്തെത്തുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാല് പിടിക്കാൻ ചെന്നിരിക്കുകയാണ്. സുരേഷ് ഗോപിയെ കണ്ട് സോപ്പിടാനുള്ള അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളെ സോപ്പിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നടത്തുന്നത്. ഈ പന്തളം കൊട്ടാരവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനായി ഈ മാസം 6-ന് കൊട്ടാരം പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തും എന്നൊക്കെ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ഈ വിമർശനം ഉന്നയിക്കുന്ന മറ്റാളുകളെയും എല്ലാം നേരിൽ കണ്ട് സമവായത്തിലെത്താൻ സാധിക്കുമോ എന്ന തീവ്ര പ്രയത്നത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ദേവസ്വം ബോർഡ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നോ ആർക്കു വേണ്ടിയാണെന്നോ ഇതിൽ ആരാണ് പങ്കെടുക്കുന്നതെന്നോ ഇപ്പോഴും അവർ വ്യക്തമാക്കിയിട്ടില്ല. ഇത് രാഷ്ട്രീയപരമായി ഈ ശബരിമലയെ ഒരു രാഷ്ട്രീയപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വേദിയാക്കി മാറ്റുന്നതാണ് ഇവർ ചെയ്യുന്നത്. ഇവരിത് മറ്റ് സമുദായങ്ങളുടെ ആരാധനാലയങ്ങൾ വെച്ച്, അല്ലെങ്കിൽ മുസ്ലിം പള്ളിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയോ വെച്ച് ഇവരിങ്ങനെ ചെയ്യില്ല. ഇത് ഹിന്ദു ക്ഷേത്രങ്ങൾ വെച്ച് മാത്രമേ ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. ഇവർക്ക് എന്തുകൊണ്ടാണ് ശബരിമലയോട് ഇത്ര പ്രിയം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അയ്യപ്പന്മാരോട് ഇത്ര പ്രിയം, 2018 അയ്യപ്പന്മാരെ തല്ലിച്ചതയ്ക്കുമ്പോൾ ഇല്ലാതിരുന്ന പ്രിയം ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് ഇവർ ഉത്തരം പറയേണ്ടതാണ്. കുറഞ്ഞ പക്ഷം ഇവർ 2018 ചെയ്ത കാര്യങ്ങൾക്ക് മാപ്പ് പറഞ്ഞ് പൊതുജനത്തിനോട് മാപ്പ് പറഞ്ഞിട്ടേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് പൊതുജനത്തിൻ്റെ ആവശ്യം.